ഹലോ അച്ചോ, ഹായ്, നമസ്തേ. +1 ഹിന്ദി എക്സാം ആവാറായിട്ടുണ്ടല്ലേ. സോ ആനുവൽ എക്സാമിൽ ഹിന്ദിയിൽ നല്ലൊരു മാർക്ക് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 8 മാർക്കിന് എന്തായാലും നിങ്ങളുടെ ആനുവൽ എക്സാമിൻ്റെ ഹിന്ദി ചോദ്യ പേപ്പറിൽ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ 8 മാർക്ക് നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ വേറെ ഒന്നും അധികം നോക്കാതെ 8 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. സോ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. സോ ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് തന്നെയാണ്. സോ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും വാങ്ങാം. 8 മാർക്ക് ഓക്കെ, വളരെ ക്വിക്കായിട്ട് ഒരു 10 മിനിറ്റിൽ തന്നെ 8 മാർക്ക് എങ്ങനെ വാങ്ങാൻ ഞാൻ കാണിച്ചു തരാം. സോ ഇത് എന്തായാലും പഠിക്കാതെ നിങ്ങൾ പോകരുത്. സോ പാരിഭാഷിക് ശബ്ദാവലി എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ചോദിച്ചിരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ ചോദ്യ പേപ്പർ ചോദിച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 24-മത്തെയോ 23-മത്തെയോ 25-മത്തെയോ ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചോദ്യം കാണാൻ സാധിക്കുന്നത്. സോ ചോദ്യത്തിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക: സഹി മിലാൻ കരേ. റെഡി അല്ലേ? ശരിയായിട്ടുള്ളത് യോജിപ്പിക്കുക എന്നാണുള്ളത്. കുറച്ച് ഇംഗ്ലീഷ് പദങ്ങളും അതുപോലെ തന്നെ ഹിന്ദി പദങ്ങളും നിങ്ങൾക്ക് തരുന്നതാണ്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ യോജിപ്പിക്കുകയാണ് വേണ്ടത്. പബ്ലിക് ഏതാണെന്ന് നോക്കണം. അതുപോലെ തന്നെ ഷെയർ എന്താണ്, ഫയൽ എന്താണ്, ഇതല്ല അല്ലെ, പ്രക്രിയ അല്ല അല്ലെ. അതിങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ കണക്ട് ചെയ്യാണ് വേണ്ടത്. ശരിയല്ലേ? ഷെയർ ഏതാണ്, സേവ് എന്ന് വെച്ചാൽ എന്താണ്, എഡിറ്റിംഗ് എന്താണ്, ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. എഡിറ്റിംഗ് ഈക്ഷണാണ്. ഓക്കെ, സേവ് ആണെങ്കിൽ എന്താണ്? സഹേജ എന്നാണ്. അന്തർപ്രധാന ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്യാണ് വേണ്ടത്. സോ നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യുന്നു? മാറ്റി എഴുതുമ്പോൾ നിങ്ങൾക്ക് 8 മാർക്ക് 8 എണ്ണത്തിന് നിങ്ങൾ ആക്കുവാണെങ്കിൽ ഓരോന്ന് കണക്ട് ചെയ്യുമ്പോഴും ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മൊത്തം 8 എണ്ണം ഉണ്ട്. ടോട്ടൽ 8 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്? ഈസി ആയിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഇത് പഠിക്കുവാണെങ്കിൽ. സോ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. എന്തായാലും നിങ്ങൾക്ക് 8 മാർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. സോ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ 8 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പുഷ്പം പോലെ വാങ്ങാം എന്നൊക്കെ പറയുന്ന പോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നത് തന്നെയാണ്. സോ സമയ്ക്ക് സാദ് ഹംബി എന്നതിലെ പാരിഭാഷിക് ശബ്ദാവലിയാണ്. ഓക്കെ, പാരിഭാഷിക് ശബ്ദാവലിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏഡ് അക്കൗണ്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു മാർക്കിൽ എന്തായാലും നിങ്ങൾ, ഞാൻ പറഞ്ഞില്ല, 8 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാം. കുറച്ച് നമ്മൾ എന്താണ് 2 പേജസിലായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. സോ ഖാത്ത ജോഡ്ന നമ്മളൊരു ആഡ് അക്കൗണ്ട് ആണ്. സോ ബാങ്കിൽ നിന്നാണ് ആഡ് അക്കൗണ്ട് ചെയ്യുന്നതിനെയാണ് ഖാത്ത ജോഡ്ന എന്ന് പറയുന്നത്. സോ ഖാത്ത ജോഡ്ന ആഡ് അക്കൗണ്ട് ആണ്. ഒന്ന് പഠിച്ചു വെച്ചോളൂ. അടുത്തതാണ് ക്യാൻസൽ ചെയ്യുക, റദ്ദാക്കുക അല്ലെ. ക്യാൻസൽ റദ്ദ് കർണ. അപ്പോൾ എന്താണ്? റദ്ദ് കരെ എന്നാണ് വന്നിട്ടുള്ളത്. റദ്ദ് കരെ ക്യാൻസൽ ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് ഏതാണ്? കാറ്റഗറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്രേണികളായിട്ടുണ്ട്. സോ ഒരുപാട് കാറ്റഗറി ഉണ്ട്, ഒരുപാട് ശ്രേണികളുണ്ട്. സോ ശ്രേണിയാം എന്നാണ് വരിക കാറ്റഗറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ചാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാറ്റ്സ് എന്ന് പറഞ്ഞാൽ ചാറ്റ് നമുക്ക് ബാറ്റ്ചിത്ത് ആണ്. കോൺവെർസേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എന്തിനാണ് നമ്മൾ ചാറ്റ് ചെയ്യുക? ബാറ്റ്ചിത്ത് കർണ, ആപ്പസ്മേ ബാറ്റ്ചിത്ത് കർണ, പരസ്പരം ചാറ്റ് ചെയ്യുക എന്നതിനാണ് പറയുക. ഓക്കെ, സംസാരിക്കുക. സർക്കിൾസിന് എന്താണ് പറയുക? മണ്ഡലിയ എന്നാണ് പറയുക. സർക്കിൾസിനെ മണ്ഡലിയ എന്ന് പറയാം. സർക്കിളിനെ മണ്ഡലിയ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മണ്ഡലിയസ്. ഓക്കെ, അതോ സ്നേക്ക് ഒക്കെ വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഒരു സ്നേക്കിന്റെ പേരുണ്ട്. അപ്പോൾ സർക്കിൾ മണ്ഡലിയാം. ഓക്കെ, മണ്ഡലിയാം. റെഡി അല്ലേ? ഇന്റർനെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അന്തർജാലാണ്. അന്തർജാലാണ് ഇന്റർനെറ്റിനെ പറയാം. അന്തർജാലാണ് ഇന്റർനെറ്റിനെ പറയാം. നെക്സ്റ്റ് സ്റ്റെപ്പ് അഖലാഖദം. അടുത്ത സ്റ്റെപ്പ്, നെക്സ്റ്റ് സ്റ്റെപ്പ് അഖലാഖദം. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹിപ്രാദാണ് പറയാ. അതുപോലെ തന്നെ അന്തർപ്രാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് ആണ്. അതെന്തായാലും പഠിച്ചു വെച്ചോളൂ. ഔട്ട്പുട്ട് പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? ഇൻപുട്ടും പഠിച്ചു വെക്കാം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തർപ്രാദാണ്. സോ ബഹിർപ്രാദും അന്തർപ്രാദും എന്തായാലും പഠിച്ചു വെക്കണം. അന്തർ ഇൻപുട്ട്, ബഹിർ പുറത്ത്. സോ റെഡി അല്ലേ? സോ അതെന്തായാലും പഠിച്ചു വെച്ചു. പ്രോസസ് എന്ന് വെച്ചാൽ പ്രക്രിയയാണ്. പബ്ലിക് എന്ന് വെച്ചാൽ എന്താണ്? സാർവജനിക് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. സാർവജനിക് സൂചനാധികാരിക്ക് ഒരു പത്രം എഴുതുവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും 8 മാർക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതിൻ്റെ എന്ത് ചെയ്യണം? ആ ഒരു ഫോർമാറ്റ് പഠിച്ചോളൂ. റെഡി? RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ച ആ ഒരു സാർവജനിക് സൂചനാധികാരിക്ക് ഒരു പത്രം എഴുതുക എന്നതിനെ കുറിച്ച് എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ചാൻസ് ഉള്ളത് തന്നെയാണ്. അതൊന്ന് എന്ത് ചെയ്യണം? ആ ഒരു ഫോർമാറ്റ് പഠിച്ചോളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. റെഡി അല്ലേ? എഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഈക്ഷൻ എന്നാണ് എഡിറ്റിങ്ങിനെ പറയാം. എഡിറ്റിംഗ് ക്യാവത്തെ ഈക്ഷൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. റെഡി അല്ലേ? ഫയൽ എന്നാണ്? ഫയൽ എന്ന് വെച്ചാൽ സഞ്ചികയാണ്. ഫയൽ എന്ന് വെച്ചാൽ സഞ്ചികയാണ്. നമ്മളിവിടെ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. നോക്കിയതാ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈക്ഷൻ ആണ്. ഓക്കെ, ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫയലൊക്കെ സഞ്ചികയാണ്. സോ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുന്നതാണ്. 8 മാർക്കിന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നോ മോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അധിക് ജാനെ എന്നാണ്. നോ മോർ അധിക് ജാനെ എന്നാണ്. സോ നോ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷയ്ഹീൻ. നോ സബ്ജക്ട് വിഷയ്ഹീൻ എന്നാണ്. സോ പ്രൈവസി റൈറ്റ്. പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോപനീയതയാണ്. പ്രൈവസി മത്ലബ് ഗോപനീയതയാണ് പ്രൈവസി എന്ന് പറയുന്നത്. റെഡി അല്ലേ? പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാധനമാണ്. സോ പ്രോഗ്രാം കാ മത്ലബ് പ്രക്രം. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രക്രം. റിസോഴ്സിനെയാണ് സംസാധനം എന്ന് പറയുന്നത്. അവിടെ ബ്ലർ ആയിട്ട് ജസ്റ്റ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു പോയിട്ടുണ്ട്. റിസോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംസാധനം എന്ന് പറയുന്നത്. റിസോഴ്സ്, സംസാധനം. ക്ലിയർ അല്ലേ? സോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രക്രം എന്നാണ് പ്രോഗ്രാമിനെ പറയാം. പ്രക്രം. ക്ലിയർ അല്ലേ? സോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതെന്തായാലും നിങ്ങൾ
പഠിക്കേണ്ടതാണ്. ഈ ഒരു പേജും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് 8 മാർക്ക് ഷുവർ ആയിട്ട് ഉറപ്പിക്കാം. ഓക്കെ, സോ അടുത്തത് ഏതാണ്? സേവ് എന്ന് പറഞ്ഞാൽ സഹേജന, സേവ് കർണ, സഹേജന. ഓക്കെ, യെസ്, ബേജി ഗൈ മെയിൽ ആണ് സെൻഡ് മെയിൽ, ബേജി ഗൈ മെയിൽ എന്നാണ്. സൈൻ ഔട്ട് എന്ന് പറഞ്ഞാൽ പ്രസ്ഥാൻ. ഓക്കെ, പ്രസ്ഥാൻ, സൈൻ ഔട്ട്. ഓക്കെ, അൻചാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പാം ആണ്. ഒരുപാട് സ്പാം കോൾസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അൻചാഹെ കിസ്നെ ബുലായ, സ്പാം എന്തിനാണ് അൻചാഹ എന്ന് പറയുന്നത്. സോ സിമ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കേത്. ഓ ജോ സങ്കേത് കിയാ, സിമ്പിൾ, സിമ്പിൾ. റെഡി അല്ലേ? ഓക്കെ, യൂസർ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗകർത്താ കാ ജോ നാം ഹോത്താ ഹൈ യൂസർ നെയിം, ഉപയോഗകർത്തായുടെ പേരാണ് യൂസർ നെയിം എന്ന് പറയുന്നത്. അടുത്ത സെർച്ച് എന്ന് പറഞ്ഞാൽ ഖോജ് ആണ്. എളുപ്പമാണ് അല്ലെ. ഖോജോ, ഉസ്കോ ഖോജോ, ഉസ്കോ ഢൂണ്ട്ലോ, സെർച്ച്, ഖോജ്. ഓക്കെ, ഖോജ്, ഢൂണ്ട്ന എന്നും പറയാം. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാജാ കരെ, സാജാ കരെ, ഷെയർ ചെയ്യേ, ഇസ്കോ ജോ സാജാ കരെ, ഷെയർ ചെയ്യുന്നതിന് പറയുന്നതിനാണ്. സോ സോഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സാമാജിക് ആണ്, സാമാജിക് ആണ്. സോഷ്യലി നമ്മൾ സാമാജിക്. ഓക്കെ, സാമാജ്, സാമാജ്, സോഷ്യൽ, സാമാജിക്, സോഷ്യൽ. റെഡി. സ്റ്റേഡ്, സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? താരാങ്കിത്, താരാങ്കിത് എന്നാണ് സ്റ്റേഡ് എന്നതിനെ പറയുന്നത്. അതുപോലെ തന്നെ ട്രാഷ് എന്ന് പറഞ്ഞാൽ ട്രാഷും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടേതാൻ, കൂടേതാൻ, ട്രാഷിനെ കൂടേതാണ് എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഇത് എന്തായാലും നിങ്ങളൊന്ന് 2-3 തവണ വായിച്ചു പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് മറച്ചിട്ട് ഇംഗ്ലീഷ് പദം നോക്കുന്നു, നോക്കാതെ എന്ത് ചെയ്യണം? ഒന്ന് മറച്ചു പിടിച്ചിട്ട് അതിൻ്റെ ഹിന്ദി നോക്കുന്നു. ഇതുപോലെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യണം? വായിച്ച് ഇടയ്ക്കൊക്കെ തെറ്റ് പറ്റാം, ഒന്ന് എഴുതിയിട്ടൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 8 മാർക്ക് ഈസി ആയിട്ട്, പഠിക്കാതെ ബാക്കി ഒന്നും കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും 8 മാർക്ക് ഈസി ആയിട്ട് ഇത് നിങ്ങൾക്കൊന്ന് മര്യാദയ്ക്ക് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുവാണെങ്കിൽ 8 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ സാധിക്കുന്നതാണ്, എഴുതി വാങ്ങാൻ സാധിക്കുന്നതാണ്. 8 മാർക്ക് എന്തായാലും മിസ് ചെയ്യരുത്. സോ ഇതെന്തായാലും പഠിച്ചോളൂ. ഇതുപോലത്തെ ഒരുപാട് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം എന്നതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ എത്രമാത്രം യൂസ്ഫുൾ ആയി എന്നുള്ളതിന് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ അറിയിക്കാൻ സാധിക്കുന്നതാണ്. സോ വരുന്ന ആനുവൽ എക്സാമിൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്? ഹിന്ദിയിൽ മാർക്ക് വാങ്ങിയിട്ട് +2 നമുക്ക് ചൂടുവെക്കാൻ സാധിക്കുന്നതാണ്. तो ठीक है बच्चों, मिलते हैं अगली वीडियो में. तो आपकी जो मन की बात कमेंट बॉक्स में आप बता सकते हैं. ठीक है, धन्यवाद, जय हिंद, मिलते हैं.